സമുദായങ്ങളുമായിട്ടുള്ള അടുത്തുള്ള ബന്ധം രമേശ് ചെന്നിത്തലയ്ക്കാണ്. കെ സി വേണുഗോപാൽ അത്രയുണ്ടോ? എല്ലാ സമുദായങ്ങളുമായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കുള്ള ബന്ധം NSSന്റെ പരിപാടിക്ക് പോകുന്നു, SNDPയുടെ പരിപാടിക്ക് പോകുന്നു, സഭയുടെ പരിപാടിക്ക് പോകുന്നു, ലീഗുമായിട്ടുള്ള അടുത്ത ബന്ധം ഇതെല്ലാം സൂക്ഷിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോഴും ആക്റ്റീവായി ഓൺ ഗ്രൗണ്ടിൽ രമേശ് ചെന്നിത്തലയുണ്ട്. ഇപ്പോൾ ഈ സമവാക്യങ്ങളുടെയും പടയൊരുക്കത്തിൻ്റെയും അന്തിമ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിരന്തരമായ അവഗണനകളിലൂടെ, നിരന്തരമായ ഒഴിവാക്കലുകളിലൂടെ രമേശ് ചെന്നിത്തല എന്ന ഒരു സേനാനായകന് കൂടുതൽ കരുത്തുണ്ടാവുന്നു, കൂടുതൽ വലിയ സൈന്യം ഉണ്ടാവുന്നു. നമ്മൾ 2021 കണ്ടതല്ല ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്നിട്ടും അദ്ദേഹം സജീവമായിരുന്നു, വിസിബിളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യം ഇപ്പോൾ വലുതാകുന്നു, അദ്ദേഹം കരുത്താർജിക്കുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്നത് കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മത്സരിച്ചേക്കാം ആലപ്പുഴയിൽ. അവിടെ നിന്ന് അനിതാ ബാബു ആലപ്പുഴയിലേക്ക് ലോക്സഭയിലേക്ക് പോയേക്കാം. അതൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്ന സാധ്യതകളാണ്. പക്ഷേ നിലവിലുള്ള സമവാക്യങ്ങൾ കേരളത്തിൽ KC വേഴ്സസ് RC എന്ന തരത്തിലേക്കൊരു ബലാബലമായി മാറുന്നു. ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. VD സതീശൻ ഇതിന് ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും പുറത്തു തന്നെ നിൽക്കുന്നു. ഏത് ഗ്രൂപ്പ് അധികാരത്തിലേക്ക് വന്നാലും VD സതീശൻ്റെ നിലപാട് ആ ഘട്ടത്തിൽ മാത്രം അതിനെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ കാലത്തും പടയൊരുക്കമുണ്ട്. പടയൊരുക്കമില്ലെങ്കിൽ ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നല്ല.